ഹായ് ഫ്രണ്ട്സ്, ലഞ്ച് ടൈം ആയി കേട്ടോ. ഊണ് കഴിക്കാം. എല്ലാവരും ഊണ് കഴിച്ചോ? എല്ലാവരുടെയും ലഞ്ച് ടൈം ആയോ? ചോറും കറികളൊക്കെ റെഡിയായോ? നിങ്ങൾ ഊണ് കഴിക്കുകയാണേ. ഞങ്ങൾ ഊണിന് കറിയായിട്ട് ചാറ് കറിയായിട്ട് തക്കാളിക്ക് അച്ചാറ് വെച്ചു. തക്കാളിക്കും സവോളയും കൂടെ ആദ്യമേ വേവിച്ചു, വെള്ളം ഒഴിച്ച്. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ഉള്ളിയും മുളകും കുറച്ച് ജീരകം, ചെറിയ ജീരകം, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് ചേർത്തു. എന്നിട്ടൊന്ന് കടുക് താളിച്ചു. അപ്പോൾ തക്കാളിക്കറിയായി കേട്ടോ. ചാറ് കറി നല്ലതാണ് ചോറിന്. തക്കാളിക്ക കൊണ്ട് ചാറ് വെക്കുന്നതല്ല. ചെറിയൊരു പുളിയുണ്ട്. പിന്നെ ചെറുപയർ കൊണ്ട് ഒരു തോരൻ കറി വെച്ചു. തോരൻ പോലെ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ ഇടാതെ ചെറുപയർ വെച്ച് സവാള എരിഞ്ഞിട്ടു, കുരുമുളക്, ഉപ്പൊഴിച്ചു, കുറച്ച് മല്ലിപ്പൊടി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത. പിന്നെ കോവയ്ക്കാണ്ട് ഒരു തോരൻ വെച്ചു കേട്ടോ. തോരനല്ല, മെഴുക്ക് പുരട്ടി. കോവയ്ക്ക നല്ലതല്ലേ മെഴുക്ക് പുരട്ടിയൊക്കെ. തോരൻ വെക്കാനും കൊള്ളാം കോവയ്ക്ക. എല്ലാം നല്ല ചൂടാണ് കേട്ടോ. മഴയാണല്ലോ, മഴയത്ത് ചൂട് വേണ്ടേ കഴിക്കാൻ. തണുപ്പുമാണ്. 2 ദിവസമായിട്ട് നല്ല തണുപ്പാണ്. തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനും അസുഖം ഉണ്ടാവും. അതുകൊണ്ട് നല്ല ചൂടോടെയാണ് കഴിക്കുന്നത്. മത്തിമീൻ വറുത്തുണ്ട് കേട്ടോ. മത്തി വറുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും സവോളയൊക്കെ അരിഞ്ഞിട്ട് കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. മീനകത്തിട്ട് കാന്താരിമുളക് തിന്നാൻ നല്ല രുചിയാണേ. സൂപ്പറാട്ടോ. ഇപ്പം മത്തിമീൻ ധാരാളം വരുന്നുണ്ടേ. നല്ല കരിയാപ്പിലൊക്കെ നല്ല മീനിൻ്റെ രുചിയും കൂടെ പിടിച്ചു കഴിയും. നല്ല സ്വാദം. കുറച്ച് ബീഫ് കറിയുണ്ട്. ഒരു കാര്യം വന്നു, അച്ചാറെടുക്കാൻ വന്നു. അച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറാണേ. ഒരുപാട് നാളായത് ഇട്ട് വെച്ചിട്ട് കേട്ടോ. ഒരു കേടുമില്ല. ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ കിട്ടും. ഇതല്ലോ നല്ല മാങ്ങാച്ചാറാണ്. അച്ചാറും കൂടെ ഉണ്ട്, ഒരു പ്രത്യേക രുചിയല്ലേ. നല്ലതാണേ. അച്ചാറും കൂടെ എടുത്തു കഴിഞ്ഞാലേ എല്ലാം കൂടെ ഒരു രുചി വരുള്ളൂ. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ പപ്പടം വേണം. പപ്പടം കൂടെ ഉണ്ട്, നല്ല സ്വാദാണ്. ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കേട്ടോ. കാപ്പി ഉണ്ടാക്കി കഴിച്ചു, അതിന് ചോറും കറി വെച്ചു. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ തക്കാളിക്ക് ചാറ് വെക്കുന്നത്. എല്ലാവരും ഊണ് റെഡിയായോ? കഴിച്ചോ? എന്തായിരുന്നു എല്ലാവരുടെയും കറികളൊക്കെ? സൺഡേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയോ? അച്ചാറ് പഴുകും തോറും രുചി കൂടും അല്ലേ? ഇപ്പം മാങ്ങ എല്ലാം തീർന്നു കേട്ടോ. ഇനി അടുത്ത വർഷം മാങ്ങാച്ചാർ ഇടാൻ പറ്റുള്ളൂ.
അടുത്ത വർഷത്തേക്ക് വരെ ഇരിക്കും ഇത്. ഒരു കേടുമില്ല. വെള്ളം തൊടാതെ ഉണ്ടാക്കി വെച്ചതാണേ. വെള്ളം തൊട്ടിട്ടില്ല. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരു കേടും വരികയില്ല. എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നു. അപ്പം എല്ലാവരും ഊണ് കഴിക്കട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.